ഹസ്രത്ത് മൊഹാനിയുടെ മുഖം. ഹസ്രത്ത് മൊഹാനി ആരെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും പല കോണുകളിലും ഉയർന്നു കേൾക്കുന്ന വലിയൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ, ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം. ആ ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം കൊണ്ടുവന്ന വ്യക്തിയാണ് ഹസ്രത്ത് മൊഹാനി. ബഹദൂർ സഫറിനെ പോലെയും അബുൽ കലാം ആസാദിനെ പോലെയൊക്കെ നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കപ്പെടേണ്ട, എന്നാൽ തീരെ ഓർക്കപ്പെടാത്ത, അബുൽ കലാം ആസാദിനെ അത്ര പോലും അല്ലെങ്കിൽ ബഹദൂർ സഫറിന്റെ അത്ര പോലും ഓർക്കപ്പെടാത്ത ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഹസ്രത്ത് മൊഹാനി എന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പേരിൽ പോലും ചരിത്ര സ്മാരകങ്ങളായിട്ട് പോലും വളരെ കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഈ ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം കൊണ്ടുവന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത കേട്ടോ. ഈ മുദ്രാവാക്യത്തിന്റെ പ്രത്യേകത ഉണ്ട്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വിപ്ലവകാരിയായിരുന്നു ഹസ്രത്ത് മൊഹാനി. തീരെ സൗമ്യനായിരുന്നില്ല, അല്ലെങ്കിൽ ആ തരത്തിൽ എന്താ പറയുക പതിഞ്ഞിരിക്കുന്നത് കൊണ്ട്, വളരെ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ട്, മിതമായിട്ട് വാദിക്കുകയും മിതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല. ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ഗാന്ധിജിയോട് പോലും യോജിപ്പായിരുന്നു. മിതത്വം അല്ലെങ്കിൽ ആ തരത്തിലൊരു ഒരു സംയമനത്തിലൂടെ, സൗമ്യതയിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക എന്നുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന് ഗാന്ധിജിയോട് പോലും യോജിപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ആവേശവും വിപ്ലവാത്മകതയും ഒക്കെ കാരണമാണ് അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ, ഇനി പറയാൻ പോകുന്ന ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ വരുന്നത്. അപ്പോൾ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൽ പോലും ആ ഒരു വിപ്ലവാത്മകത നമുക്ക് കാണാൻ കഴിയും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇൻകുൽ അബ് ജിന്ദ്ബാദ് എന്നുള്ളതാണ്. ഇൻകുൽ അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമരം, ജിന്ദ്ബാദ് ജീവിതം പിന്നെ. ഇപ്പൊ സമരം ചെയ്യേണ്ട സാഹചര്യമാണ്, സമയമാണ്. ഞങ്ങൾ ജീവിതത്തെ പറ്റി കൺസേൺഡേ അല്ല, ജീവിതത്തെ പറ്റി ചിന്തിക്കുന്ന പോലില്ല. ജീവിതം പിന്നെയാണ്, ജീവിതം എന്നുള്ളത് ഞങ്ങളുടെ വിഷയമേ അല്ല എന്ന് മുദ്രാവാക്യം. അത് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റെടുക്കുന്നുണ്ട്. അത് ഭഗത് സിംഗ് അദ്ദേഹത്തിന്റെ പാർലമെന്റ് ആക്രമണത്തിൽ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ഉറക്ക വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ആക്രമണം നടത്തുന്നത്, സ്ഫോടനം നടത്തുന്നതൊക്കെ. അപ്പോൾ അത് പിന്നീട് ഭയങ്കരമായി പോപ്പുലർ ആവുകയും പല സംഘടനകൾ ഏറ്റെടുക്കുകയും ചെയ്തുവെങ്കിലും ഇദ്ദേഹത്തിൽ നിന്നാണ് അത് ഉണ്ടാവുകയും ഇദ്ദേഹത്തിന്റെ സമരവീര്യമാണ് അതിൽ പ്രഥമമായിട്ട് തെളിഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ മിതത്വത്തോടു കൂടിയുള്ള ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളോടുള്ള വിയോജിപ്പ് പല സാഹചര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അദ്ദേഹമാണ് 1921 നടന്ന ഈ മുസ്ലിം ലീഗ് കോൺഗ്രസ് സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം മനസ്സിലാക്കണം കേട്ടോ. അദ്ദേഹം വലിയ എഴുത്തുകാരനായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു, കവിത, ലേഖനം അടങ്ങുമുള്ള ഒരുപാട് കാര്യങ്ങളിൽ വളരെയധികം സമയം സ്പെൻഡ് ചെയ്യുന്ന എഴുത്തുകാരനായിരുന്നു. ഈ സേനാനി ആയിരിക്കുന്ന അതേ സമയം അദ്ദേഹം ഒരേ സമയം പോരാളിയും ഒരേ സമയം എഴുത്തുകാരനുമാണെന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് അദ്ദേഹത്തിന്റെ മികച്ചു നിൽക്കുന്നത് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ ഭയങ്കര പാടാണ്. അത്രത്തോളം ഇത് രണ്ടും ഒരേ സമയം കൊണ്ടുവന്നിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഈ 1921 മുസ്ലിം ലീഗ് കോൺഗ്രസ് സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കെ അദ്ദേഹം ആ സമയത്ത് തന്നെ കൊണ്ടുവരുന്ന പ്രമേയം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നേടുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയമാണ്. അത് നമുക്ക് പ്രഖ്യാപിക്കല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സമ്മേളനത്തിൽ സംസാരിക്കുന്നത്. എന്നാൽ ഗാന്ധിജി അടക്കമുള്ള പല ആളുകളും എന്ത് ചെയ്യാണ്, അതിന് ആ സമയത്ത് നിരാകരിക്കുകയാണ്. അത് നമ്മൾ ഒരിക്കലും ഇപ്പോൾ പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന് പറയാണ്. എന്നാൽ പിന്നീട് എന്ത് ചെയ്യാണ്, കോൺഗ്രസ് അടക്കം മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഇദ്ദേഹത്തിന്റെ നിലപാടിലേക്ക് എത്തുകയാണ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് അവർ ആ തരത്തിലുള്ള ഒരു പൂർണ്ണ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം പാസ്സാക്കുന്നത്. അത് അവർക്ക് മുന്നേ മനസ്സിൽ കണ്ട, അവർക്ക് മുന്നേ അതിനുവേണ്ടി തയ്യാറെടുത്ത, അവർക്ക് മുന്നേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രമേയം ഈ സമ്മേളനത്തിൽ പാസ്സാക്കിയ വളരെ ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന, വളരെ സ്ട്രൈറ്റ് ആയിരുന്ന, വളരെ കർക്കശക്കാരനായിട്ടുള്ള, നീതിക്ക് വേണ്ടി എങ്ങനെയും പോരാടാൻ തയ്യാറായിട്ടുള്ള ഒരു നേതാവായിരുന്നു ഹസ്രത്ത് മൊഹാനി എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഒരുപാട് തവണ ജയിലിലാക്കപ്പെടുന്നുണ്ട്. 1908 അദ്ദേഹം ഒരു തവണ ജയിലിലാക്കപ്പെടുന്നുണ്ട്. ശേഷം 8 വർഷത്തിന് ശേഷം വീണ്ടും ജയിലിലാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത് ജയിലിലാക്കപ്പെടുന്ന അവസ്ഥയിൽ ഫസ്റ്റ് 2 വർഷമാണ് അദ്ദേഹത്തിന് ജയിലിലാക്കുന്നത്. അതിനുശേഷം 8 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് ജയിലിലാക്കുന്നത്. രണ്ടാമത് ജയിലിലാക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ബ്രിട്ടീഷുകാർ പറയുന്നുണ്ട് വേഗം നടക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പതുക്കെ നടക്കുകയാണ്. അദ്ദേഹത്തോട് വേഗം നടക്കുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ പറച്ചിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല. ബ്രിട്ടീഷുകാരുടെ ആജ്ഞ ഒരിക്കലും ഞാൻ അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടക്കാൻ വിസമ്മതിക്കുകയാണ്. ഇവിടെ ബ്രിട്ടീഷുകാർക്ക് അവസാനം അദ്ദേഹത്തെ എടുത്തു കൊണ്ടുപോയി ജയിലിലാക്കേണ്ടി വന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം കർക്കശക്കാരനായിരുന്നതാണ്. അഥവാ ഈ വിഷയത്തിൽ, നീതിയുടെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്കപ്പുറം തൂലിക കൊണ്ടും വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പത്രം തുടങ്ങുന്നത് ഉറുദുവെ മഴല്ല എന്ന് പറയുന്ന പത്രമാണ് അദ്ദേഹം ആദ്യം തുടങ്ങുന്നത്. അത് ഒരുപാട് ലേഖനങ്ങൾ കൊണ്ട്, ബ്രിട്ടീഷ് വിരുദ്ധ ലേഖനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആ പത്രം. അത് വലിയ രീതിയിൽ ആ തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് സഹായിക്കുന്നതായിരുന്നു. അതിനുശേഷം അദ്ദേഹം ആ പത്രം നിരോധിക്കപ്പെട്ടു, സ്വാഭാവികമായിട്ടും നിരോധിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിക്കുന്നത് സംബന്ധിച്ച്